ഇന്നൊരു രാത്രി സഞ്ചാരമാട്ടോ. എങ്ങോട്ടാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു സർക്കസ് കാണാൻ പോവാണ്. എനിക്ക് പൊതുവേ ഈ രാത്രിക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഷോ ഉണ്ടായിട്ടും ഞാൻ രാത്രിക്കാണ് ചൂസ് ചെയ്തത്. പിന്നെ രാവിലെ കാറ്റഗിസവും കാര്യങ്ങളും, അതായത് ഇന്നലെ സൺഡേ, ഇന്നാണ് മൺഡേ ആണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് കാറ്റഗിസം ഉണ്ട്, അത് കഴിഞ്ഞ് മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു ജുവാന്, എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 7 മണിക്കാണ് നമുക്കൊരു സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങളുടെ മാനന്തവാടി വള്ളിയൂർക്കാവിൽ ഇപ്പോൾ ഉത്സവം നടക്കുക, അതിഗംഭീര ഉത്സവമാട്ടോ. അവിടെ അപ്പോളോ സർക്കസ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ശരിക്കുള്ള ഒരു ഓർമ്മയിൽ ഞാനൊരു സർക്കസ് കണ്ടതായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ ഒരു ചെറിയ ഒരു ആനേനെയൊക്കെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. അതൊരു ജംബോ സർക്കസിനാണ് ഞങ്ങളുടെ കണ്ണൂർ വന്ന സമയത്ത്. പിന്നെ ഈ ഭാരത് സർക്കസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ, പക്ഷേ അപ്പോളോ സർക്കസിനെ കുറിച്ച് ഇപ്പോഴാണ് കേൾക്കുന്നത്. കാരണം നമ്മളങ്ങനെ ഒരുപാട് സർക്കസ് ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന ആളല്ലാത്തത് കൊണ്ടും കാണാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടും ഒരുപാട് അങ്ങനെ സർക്കസിനെ കുറിച്ച് അറിയത്തില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ജോൻ ഇതൊന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സർക്കസ് എന്ന് പറയുമ്പോഴും ജോക്കറിനെ കുറിച്ച് പറയുമ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ അവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ റിവ്യൂ, കുറച്ച് ആൾക്കാർ ഇങ്ങനെ നല്ലതല്ല എന്നുള്ളൊരു ഒരു അഭിപ്രായം വന്നിട്ട് കൂടെയും കൊച്ചു കാണട്ടെ, സർക്കസ് എന്താണെന്നുള്ളത് കാണട്ടെ, അതിനകത്തുള്ള ക്യാരക്ടേഴ്സിനൊക്കെ കാണട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സീറോ എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയത്. മാനന്തവാടി വള്ളിയൂർക്കാവിൽ അവിടെ തന്നെയാണ് ഈ അപ്പോളോ സർക്കസ് ഉള്ളത് കേട്ടോ. ചെന്ന് ഇറങ്ങിയപ്പം ഒരു ഫസ്റ്റത്തെ പ്രോഗ്രാം തൊട്ട് എൻഡ് വരെ ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് കണ്ടു. ഞാൻ മാത്രമല്ല, ജോനും ഓരോ പെർഫോമൻസും എത്ര മനോഹരമായിട്ടത് ചെയ്തതെന്ന് അറിയാവോ. എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു പണ്ട് കുഞ്ഞുനാളിൽ കണ്ട സമയത്ത് അതിനകത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മൃഗങ്ങളൊന്നുമില്ല, മനുഷ്യൻ്റെ പെർഫോമൻസ് ആണ്. അടിപൊളി പെർഫോമൻസ് ആണ്. ജോൻ തന്നെ അമ്മ ഇതൊക്കെ എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ലെവലിൽ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടാണ് അവനൊക്കെ ഇരുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ സർക്കസൊക്കെ ഇന്നുകൂട്ടൊക്കെ കാണിക്കണം. ഇവർക്ക് 3 ഷോ ആണ് ഉള്ളത് എൻ്റെ ഒരു അറിവിൽ. 10 മണിക്കും പിന്നെ 4 മണിക്കും പിന്നെ വൈകുന്നേരം 7 മണിക്കുമാണ്. പിന്നെ ഇവർക്ക് ഏപ്രിൽ 6 വരെ ഈ ഒരു സർക്കസ് അവിടെ ഉണ്ടാകും. അത് കഴിയുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് പോകുമെന്നാണ് അവരവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജീവിക്കുന്നത് ഈ ഒരു ഷോ കാണിച്ച് നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റ് റേറ്റ് കൊണ്ടാണ് ഇവരുടെ ജീവിത വരുമാനവും അന്നവും എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സഹാനുഭൂതിയോടുകൂടി നമ്മൾ ആ ഒരു ഷോ പോയി കണ്ടാലും ഒരു തെറ്റുമില്ല. പക്ഷേ ഒരിക്കലും നമ്മുടെ പൈസ നമുക്ക് പോയല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരത്തില്ല കേട്ടോ. നമുക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എൻജോയ് ചെയ്യാൻ പാകത്തിന് നമ്മളെ മടുപ്പിക്കാത്ത രീതിയിൽ 2 മണിക്കൂർ ഷോ ആണ്. 2 മണിക്കൂർ പോയത് നമ്മൾ അറിയില്ല. അതുപോലെ നന്നായി ഞാൻ എൻജോയ് ചെയ്തു. മാത്രമല്ല ജോനും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവിടെയുള്ളവരെല്ലാവരും നല്ല ഓരോ പെർഫോമൻസ് കാണുമ്പോൾ നന്നായി കൈയടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പിള്ളേരെ കൂട്ടിയിട്ടൊക്കെ സത്യം പറഞ്ഞാൽ പോകണം. മരണക്കുണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തേക്ക് വള്ളിയൂർക്കാവിൽ ഉത്സവം വന്നപ്പം ഈ മരണക്കുണ്ടൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യമാണ് തോന്നുന്നത് സർക്കസ് വരുന്നത്. ഞാൻ നാട്ടിൽ വന്നിട്ട് അധികം ആയിട്ടില്ലോ, ഇപ്രാവശ്യമാണ് ഈ സർക്കസ് ഒന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യോടെ കൊച്ചുങ്ങളെ കാണിക്കുകയോ ചെയ്തു. ജോഡുവിനെ കൊണ്ടായില്ല, കാരണം ജോഡുവിന് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവൻ അതോടെ അനുകരിച്ച് കളയും. ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആളുടെ കയ്യിലൊരു പത്ര ശരിയൊന്നുമല്ല. ജോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആകാംക്ഷയോടെ കണ്ടിരിക്കത്തേ ഉള്ളൂ. വലിയ വമ്പൻ സർക്കസുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് വന്ന് കാണുമ്പം എത്രത്തോളം അവർക്ക് ഗുണമാകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് വൺ ടൈം കണ്ടിരിക്കാനുള്ളതുണ്ട്. പോകുവാണെങ്കിൽ ഈ രാത്രി സമയത്ത് തന്നെ പോകണം എന്നുള്ളൊരു അഭിപ്രായമായിട്ട് എനിക്കുള്ളത്. കാരണം ഈ രാത്രിക്ക് പോകുന്ന ഒരു വൈബ് വേറെ തന്നെയാണ്. പോയിട്ട് ഷോ എല്ലാം കാണുക, തിരിച്ചു വരുമ്പം എല്ലാവരും ഫാമിലിയായിട്ട് ചേർന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക, അതൊരു പ്രത്യേക സുഖമാണ് അല്ലേ. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നമ്മളെല്ലാവരും പോയിട്ട് ഈ ഒരു പ്രോഗ്രാം സർക്കസ് പോയിട്ട് കാണുക. അത് അവിടെയുള്ള പെർഫോമേഴ്സിനും അവിടെയുള്ള മറ്റ് സ്റ്റാഫുകൾക്കും എല്ലാവർക്കും സാമ്പത്തികമായിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരവുമാണ്. മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണ്ടേ, അവരിങ്ങനെ കേട്ടറിഞ്ഞാൽ മാത്രം പോരല്ലോ, കണ്ടറിയാനുള്ള ഒരു അവസരം നമ്മൾ മാതാപിതാക്കളായിട്ട് ഒരുക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ പഴയ കാലത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാൻ പറ്റും. എന്നാൽ ആ ഒരു സമയം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനവിടെ പോയിരുന്നപ്പോൾ ഞാൻ പറയാം, ചെറിയൊരു ഓർമ്മയുള്ളെങ്കിലും ആ ഒരു ഓർമ്മ എനിക്ക് പുതുക്കാൻ പറ്റി, പണ്ട് ആ സർക്കസ് പോയി കണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക കേട്ടോ. എക്സാംസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് പോയി കാണാൻ പറ്റുന്നവർ പോവുക, അല്ലാത്തവർ എക്സാം കഴിഞ്ഞിട്ട് ഏപ്രിൽ 6 വരെ ഉണ്ട്, ആ സമയത്താണെങ്കിലും പോയി കാണാം. അവർക്ക് ഉപകാരമാകട്ടെ, നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടട്ടെ, കുഞ്ഞുങ്ങൾക്കും എല്ലാം അനുഭവിക്കാൻ പറ്റട്ടെ. അടിപൊളി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അടിപൊളി. നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.